ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. ചേർത്തല ജൈനമ്മ കൊലപാതക കേസിൽ നിർണായക വെളിപ്പെടുത്തൽ ന്യൂസ് 18 പുറത്തുവിടുന്നു. കൊലപാതകം നടത്തിയ ശേഷം വരാന്തയിലിരുന്ന് സെബാസ്റ്റ്യൻ ഒരു കുപ്പി മദ്യം 10 മിനിറ്റ് കൊണ്ട് കുടിച്ചു തീർത്തു. ജൈനമ്മയുടെ സ്വർണം പണയം വെച്ച് ഫ്രിഡ്ജ് വാങ്ങി. ന്യൂസ് 18നോട് സുപ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തിയത് കൊലപാതകത്തിന് ശേഷം സെബാസ്റ്റ്യൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ഓട്ടോ ഡ്രൈവർ മനോജ്. ഡൽഹി മുഖ്യമന്ത്രി രേഖ ശർമ്മയ്ക്ക് നേരെ പൊതുപരിപാടിക്കിടെ ആക്രമണം. ജനസമ്പർക്ക പരിപാടിക്കിടെ മുഖത്തടിച്ചു. സംഭവം ഇന്ന് രാവിലെ ഔദ്യോഗിക വസതിയിൽ. പരിക്കേറ്റ രേഖ ശർമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമപ്പിടിയിൽ അപലപിച്ച് ബിജെപിയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള വട്ടിപ്പലിശക്കാരുടെ ഭീഷണി കാരണം എറണാകുളത്ത് ജീവനൊടുക്കിയ വീട്ടമ്മയുടെ സംസ്കാരം ഇന്ന്. മരിച്ചത് കോട്ടുവള്ളി സ്വദേശി ആശ. കടം വാങ്ങിയ 10 ലക്ഷം രൂപ മുതലും പലിശയും ചേർത്ത് 30 ലക്ഷം മടക്കി കൊടുത്തിട്ടും വീട്ടിൽ കയറി ഭീഷണി തുടർന്നെന്ന് ആത്മഹത്യാക്കുറിപ്പ്. പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ച നാടകമായിരുന്നുവെന്ന് കുടുംബം. യുവ ഡോക്ടർ നൽകിയ പീഡന പരാതിയിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയുടെ വിധി ഇന്നുണ്ടാകും. ഇന്നലെ അറസ്റ്റ് തടഞ്ഞത് നിരവധി ചോദ്യങ്ങളോടെ. വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഒരു സുപ്രഭാതത്തിൽ വേടൻ തന്നെ വഞ്ചിച്ചത് മാനസികമായി തകർത്തെന്ന് പരാതിക്കാരി.